ചില്ലറ വർഷങ്ങളല്ല 26 വർഷമായി തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകുന്ന തൃശ്ശൂരിലെ ഒരു പ്രിയപ്പെട്ട ഡോക്ടർ, ഹോമിയോ ഡോക്ടറായ ജോജോ കെ ജോസഫാണ് തെരുവിൽ കഴിയുന്നവർക്ക് ആശ്രയമാകുന്നത്. 3 മാസത്തിലൊരിക്കൽ എല്ലാവരെയും കൊണ്ട് അദ്ദേഹം വിനോദയാത്ര പോകും. സിനിമയ്ക്കും സർക്കസിനുമൊക്കെ അങ്ങനെ ആരുമില്ലാത്തവരെ കൊണ്ടുപോകുമ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് പറയുകയാണ് ഡോക്ടർ അതിലാണ് ഏറെ സന്തോഷം കണ്ടെത്തുന്നത്. എനിക്ക് എല്ലാവരും പറയണമെന്ന് വെച്ചാലേ നമ്മളേലും ബുദ്ധിയും കഴിവുമൊക്കെ ഉള്ള കുറേ ആൾക്കാരാണ് ഈ തെരുവിലൊക്കെ ജീവിക്കുന്നത്. അവർ ജീവസാരത്തിന് ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല, ബന്ധുക്കളില്ല, ഭാര്യയില്ല, അല്ലെങ്കിൽ ഭർത്താവില്ല, മക്കളില്ല, അങ്ങനത്തെ കുറേ ആൾക്കാരാണ് ഇവിടുത്തെ താമസിക്കുന്നത്. അവർക്കും സ്നേഹവും ലാളനയും നമ്മുടെ കെയറും എല്ലാം കിട്ടുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കണതിൽ ഔദാര്യമൊന്നുമില്ല, നമ്മൾ കടമയാണത്, നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങൾ ജന്മദിനത്തിലെങ്കിലും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുത്താൽ ഒരു 50 പേര് ടൗണിൽ വേണമെങ്കിൽ 50 പേർക്ക് ഭക്ഷണം കിട്ടും, ആളുടെ പട്ടിണി മാറും. അപ്പം നമ്മൾ എന്താണോ, നമ്മൾ എവിടെ നിൽക്കുന്നോ അത് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇതെല്ലാം കണ്ടില്ലെന്ന് അടിക്കാം, ഒന്നും കണ്ടില്ലെന്ന് അടിച്ചാൽ നമുക്ക് പോകാൻ മുന്നോട്ട് അങ്ങനെ ജീവിക്കാം. അതല്ല ജീവിതം. അപ്പോൾ ലിഷോയുണ്ട്, തൃശ്ശൂരുകാരുടെ സ്വന്തം ആ ഡോക്ടറെ കുറിച്ച് നമ്മളോട് പറയാം. ലിഷോയ്, 26 വർഷമൊക്കെ ഇങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകുന്നു, വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. ആരൊക്കെയാണ് അദ്ദേഹത്തിന് പിന്തുണയായിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ഇഷ്ടം അല്ലേ, അതിനെ ഇങ്ങനെ അറിഞ്ഞ് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതാണോ? തീർച്ചയായും തൃശ്ശൂരിൻ്റെ സ്വന്തം ഡോക്ടറാണെങ്കിലും അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. എറണാകുളത്ത് നിന്ന് പിന്നീട് പല ജില്ലകളിലും, തൃശ്ശൂരിൽ നിന്നാണ് ഈ ഒരു എല്ലാവർക്കും സഹായം നൽകുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതിനുശേഷം പല ജില്ലകളിൽ അദ്ദേഹം ജോലി ചെയ്തു. ഒടുവിൽ വീണ്ടും ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമുണ്ട് ദിവീഷ്. അതായത് അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് ഈ പറഞ്ഞ 25-26 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം അദ്ദേഹം ജോലി കഴിഞ്ഞ് രാവിലെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഒരു വ്യക്തി, അദ്ദേഹം വേസ്റ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് തിന്നുകയാണ്. അതായത് വേസ്റ്റൊക്കെ ഇടുന്ന ഇടങ്ങളിൽ നിന്ന് അവിടുന്ന് ഭക്ഷണം എടുത്ത് തിന്നുകയായിരുന്നു. ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു, വളരെയേറെ വേദനിപ്പിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനുശേഷം ഇനി ഇത്തരം ഭക്ഷണം കിട്ടാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരുപാട് ദിവസം മനസ്സ് വേദനിപ്പിച്ചു. ഒടുവിലാണ് എന്തിനെ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്നത്, താൻ തന്നെ എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലുക എന്നുള്ള ഒരു ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം ഈ ഭക്ഷണം നൽകാനായി ആദ്യഘട്ടത്തിൽ ഒരു 10ഓളം പേർക്കാണ് ഭക്ഷണം നൽകി തുടങ്ങിയത്. പിന്നീട് ഇവർക്ക് ഭക്ഷണം മാത്രം നൽകിയാൽ പോലെ അങ്ങനെ നൽകിയാൽ മാത്രം അവർക്ക് സന്തോഷമാകില്ല. അവർക്ക് വിനോദയാത്ര കാണിക്കണം, അവർക്ക് ഓണവും വിഷുവും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ആഘോഷിക്കണം, അവർക്കായി ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം, സർക്കസും സിനിമയും എല്ലാം അവർക്കും കാണണം. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു. ഇപ്പോൾ പ്രധാനമായും തൃശ്ശൂരിലാണ് എല്ലാ ദിവസവും ഡോക്ടറുടെ ആ പൊതിച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴും ഡോക്ടർ കൊണ്ടുപോകുന്ന ആ ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഈ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ മനസ്സറിഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്, ആഹ്ലാദിക്കുന്നുണ്ട്. അതാണ് ഡോക്ടറുടെ ഈ ഒരു സന്തോഷത്തിന്, ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് കാരണമാകുന്നതെന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ശരി.